എന്താണ് പരിസ്ഥിതി എന്ന് ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഈസ് എൻവയോൺമെൻറ്റ് എന്ന് ചോദിച്ചിട്ടുള്ളെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള വസ്തുക്കളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ പരിസ്ഥിതി എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള വസ്തുക്കളുടെ ഒക്കെ എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുന്നതിനെയാണ് പരിസ്ഥിതി എന്ന് പറയപ്പെടുന്നത്. ജീവനുള്ളതിന് ജൈവികമായിട്ടുള്ള, അജൈവം ജീവനില്ലാത്തത്. അപ്പോൾ ജൈവ ഘടകങ്ങളായിട്ട് മനുഷ്യർ, പക്ഷികൾ, മൃഗങ്ങളെ, സസ്യങ്ങളെ, സൂക്ഷ്മജീവികൾ, ഇതെല്ലാം ജൈവ അഥവാ ജീവനുള്ളതാണ്. ജീവനില്ലാത്തതാണ് വായു, ജലം, മണ്ണ്, പാറ, സൂര്യപ്രകാശം. ഇതൊക്കെ നമ്മുടെ പ്രകൃതിയിലുള്ളതാണ്, അത് ജീവനില്ലാത്ത. അപ്പോൾ ഈ പ്രകൃതിയിലെ ജീവനുള്ളതും ജീവനില്ലാത്ത വസ്തുക്കളുടെ ഒരു കൂട്ടത്തെയാണ്, അതിൻ്റെ ഒരു സങ്കരണത്തെയാണ് പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതി എന്നൊക്കെ പറയപ്പെടുന്നു, പരിസ്ഥിതി എന്ന് പറയപ്പെടുന്നത്. എന്താണ് പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ? അതായത് നമുക്ക് പരിസ്ഥിതി കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, പരിസ്ഥിതിയിൽ നിന്ന് നമുക്ക് എന്തെല്ലാം ലഭിക്കുന്നു എന്നുള്ളത്. ദെൻ പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ, ഒന്ന് വിഭവങ്ങൾ. വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു. നമുക്ക് വേണ്ട വിഭവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വേണ്ട വെള്ളം, ജലം, വായു, വനം, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു? നമുക്ക് അപ്പോൾ ഇത് പുനഃസ്ഥാപിക്കാൻ വിഭവങ്ങൾ രണ്ട് തരത്തിലുണ്ട്. പുനഃസ്ഥാപിക്കാൻ പറ്റുന്നതും പുനഃസ്ഥാപിക്കാൻ പറ്റാത്തതും. അതായത് ഉപയോഗിക്കും തോറും കുറഞ്ഞു പോകുന്നത്. ഉദാഹരണം, നമ്മുടെ പെട്രോളിയം പ്രോഡക്റ്റുകൾ, കൽക്കരി, ഇതെല്ലാം പുനഃസ്ഥാപിക്കാൻ പറ്റാത്തതാണ്. കാരണം 100,000 കൊല്ലക്കാലം മുമ്പ് ഭൂമിക്കടിയിൽ ഇത് അടിഞ്ഞുകൂടിയതിൻ്റെ ഫലമായിട്ടാണ് കൽക്കരികളും ഫോസിൽ ഫ്യൂവലുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാം. അത് ഉപയോഗിക്കും തോറും എന്ത് ചെയ്യാം? അത് കുറഞ്ഞു പോകുന്നു. ഇതിനെയാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ എന്ന് പറയുന്നത്. അപ്പോൾ വിഭവങ്ങൾ പ്രദാനം ചെയ്യുക എന്നുള്ള പരിസ്ഥിതിയുടെ ധർമ്മമാണ്. വിഭവങ്ങൾ രണ്ട് തരത്തിലുണ്ട്, ഓർത്തു വെക്കുക. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയും. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നതോറും അത് കുറയാത്തതാണ്. അതായത് ഇപ്പോൾ ഉദാഹരണം, മരങ്ങൾ വീണ്ടും വെച്ച് പിടിപ്പിച്ചാൽ വീണ്ടും ഉണ്ടാവും. ജലം, മത്സ്യം, ഇതൊക്കെ എന്തുണ്ടാവും? വീണ്ടും ഉണ്ടാവുന്നതാണ്. ദെൻ ഉപയോഗിക്കുന്നതോറും വീണ്ടും കുറഞ്ഞ് ഇല്ലാതായി പോകുന്നതാണ് പെട്രോളിയം, കൽക്കരി തുടങ്ങിയ ഇന്ധനങ്ങൾ, ഫോസിൽ ഫ്യൂവൽ എന്ന് പറയും. ദെൻ പരിസ്ഥിതിയുടെ രണ്ടാമത്താണ് പായ് വസ്തുക്കളെ ആഗിരണം ചെയ്യുന്നു എന്നുള്ളത്. അതായത് ഇപ്പോൾ ഒരു സാധനം, ഇപ്പോൾ മനുഷ്യൻ ആണെങ്കിൽ പോലും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ മണ്ണിൽ ലയിച്ചു പോവുക. അത് മനുഷ്യൻ മാത്രമല്ല, മൃഗങ്ങളാവട്ടെ, ദെൻ സസ്യങ്ങളാവട്ടെ, എന്ത് തന്നെ ആയാലും അത് നശിക്കാനുള്ള ശേഷി പ്രകൃതിക്കുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പായ് വസ്തുക്കളെ ആഗിരണം ചെയ്യാൻ, അത് ഇല്ലാതാക്കാൻ ഉള്ള ശേഷി പ്രകൃതിക്കുണ്ട് എന്നുള്ളത്. നമ്മുടെ ജീവനെ നിലനിർത്തുന്നു. അതുപോലെ തന്നെ നമുക്ക് നയന മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു എന്നാണ്. നമ്മളെ കണ്ണിന് കുളിർമയേകുന്ന പ്രകൃതി സൗന്ദര്യം നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ള, പ്രകൃതി സൗന്ദര്യ ആസ്വാദനത്തിനുള്ള കാര്യം നൽകുന്നു. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ. ഒന്ന്, വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു. വിഭവങ്ങൾ രണ്ട് തരത്തിലുണ്ട്, പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയും. ഇത് ചോദ്യം വരും. ദെൻ പായ് വസ്തുക്കളെ ആഗിരണം ചെയ്യുന്നു, അതായത് ഡീക്കേ ചെയ്യുന്നു എന്നുള്ള, നശിപ്പിക്കാനുള്ള ശേഷി പ്രകൃതിക്കുണ്ട്. ദെൻ ജീവൻ നിലനിർത്തുന്നു. ദെൻ നമ്മുടെ പ്രകൃതി ദൃശ്യങ്ങൾ പോലുള്ള സൗന്ദര്യം. ദെൻ പ്രകൃതിക്ക് ഈ വാഹക ശേഷി, ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട്, അത് അബ്സോർബേറ്റീവ് കപ്പാസിറ്റി ഉണ്ട്. അതായത് പരിസ്ഥിതിക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങളുടെ വളർച്ചാ നിരക്കിനേക്കാൾ ആവരുത് എന്നാണ് വിഭവങ്ങൾ. അതായത് ക്യാരിങ് കപ്പാസിറ്റി. നമ്മളൊരു ബസ്സിൽ നമ്മൾ പറയും, അതിനെ കൊണ്ടുപോകുന്നതിന്, ഒരു ബസ്സിൽ ആൾക്കാരെ കൊണ്ടുപോവാണ്, അതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി ഒരു 40 സീറ്റായിരിക്കും. ദെൻ അതിൽ നിന്ന് പോകാനുള്ളത് നമ്മൾ പൊതുവേ പറയാറുണ്ട്, അതിൻ്റെ പകുതി നിന്ന് പോവാം എന്നുള്ള. അതാണ് ഒരു ബസ്സിൻ്റെ ക്യാരിങ് കപ്പാസിറ്റി. അപ്പോൾ 40 പേരുള്ള സീറ്റിൽ നമുക്കൊരു 20 പേരെ വേണമെങ്കിൽ നിർത്തി കൊണ്ടുപോകാം. ഇത് മാക്സിമമാണ്. ഇത് അതിൻ്റെ ക്യാരിങ് കപ്പാസിറ്റിയാണ്. അതിൽ കൂടുതൽ ആൾക്കാർ ഇതിൽ കുത്തി നിറച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, അതിൽ തള്ളി നിറച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ബസ്സിന് അപകടം സംഭവിക്കാം എന്നുള്ളത് നമ്മൾ പറയാം. അതാണ് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ പ്രകൃതിക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റുമോ, അതിനെ താങ്ങാനുള്ള ശേഷിയുണ്ട്. അതിനപ്പുറം ആയിട്ടുണ്ടെങ്കിൽ വിഭവങ്ങളുടെ ഉപയോഗം, ആ പ്രകൃതിക്ക് നമ്മൾ വിഭവങ്ങളെ ഉപയോഗിക്കുന്നത് പ്രകൃതിക്ക് താങ്ങാനുള്ള ശേഷിക്കനുസരിച്ചാവണം.
അമിതമായിട്ടുള്ള ഉപയോഗം. ഇപ്പോൾ വെള്ളം നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ വെള്ളത്തിനെ അനിയന്ത്രിതമായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത്, അതിനെ പാഴാക്കുന്ന സമയത്ത് പ്രകൃതിയുടെ ആ ക്യാരിങ് കപ്പാസിറ്റി കുറയും എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ നാട്ടിലെ ജല ദൗർലഭ്യം പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുമെന്നാണ്. അതേപോലെ തന്നെ എല്ലാ വസ്തുക്കളും ഇത്തരത്തിലുള്ള പ്രകൃതിയിലെ പരിസ്ഥിതിക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന സാധനങ്ങളെ അതിന് വളർച്ചാ നിരക്കിനേക്കാൾ, ഇപ്പോൾ നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന സാധനമാണ് വെള്ളം, പക്ഷെ അത് ഓവറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം ഇല്ലാതെയാവാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയപ്പെടുന്നത്. ദെൻ പാഴ്വസ്തുക്കളെ ആഗിരണം ചെയ്ത് നശിപ്പിക്കാനുള്ള പരിസ്ഥിതിയുടെ ശേഷിക്കുള്ളിലായിരിക്കണം മാലിന്യങ്ങളുടെ ഉൽപ്പാദനം എന്നുള്ള അബ്സോർവേറ്റീവ് കപ്പാസിറ്റിയെ പറയുന്നത്. ആഗിരണ ശേഷിയാണ്. പ്രകൃതിക്ക് ഇപ്പോൾ ഒരു സാധനം നമ്മുടെ മണ്ണിലിട്ട് കഴിഞ്ഞാൽ ഇത്ര ദിവസം കൊണ്ടാണ് അത് ഡീക്കേ ആവുന്നത് പോകുന്നത് പറയപ്പെടാറുണ്ട്. അത് മനുഷ്യനാവട്ടെ മൃഗങ്ങളാവട്ടെ മറ്റ് ഇവരുടെയൊക്കെ ജീവനറ്റ ശരീരങ്ങളെ ഡീകമ്പോസ് ചെയ്യുന്നതിന് പ്രകൃതിക്ക് കഴിവുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്കറിയാം, പാഴ്വസ്തുക്കളൊക്കെ തള്ളിയിട്ട് ഈ ഡീകമ്പോസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഡീക്കേ ചെയ്യുന്നുള്ള കപ്പാസിറ്റി പ്രകൃതിക്ക് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കണം. ഉദാഹരണം, പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ വലിച്ചു എറിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഡീക്കേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും പ്രകൃതിക്കില്ല. അത് പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ദെൻ പരിസ്ഥിതിക പ്രശ്നങ്ങൾ. ഈ പാഠത്തുനിന്ന് എസ്സേ വരും. നിർബന്ധമായിട്ടും പ്രധാനപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങളും അവക്കുള്ള പരിഹാരങ്ങളുമാണ് ചോദ്യം വരിക. നിർബന്ധമായിട്ടും പഠിക്കുക. ഈ പാട്ടിൽ അഥവാ ഇന്ത്യൻ എക്കോണമിയുടെ പാട്ടിൽ 3 എസ്സേകൾ ഒന്നാമത്തെ എസ്സേ ചോദിക്കുന്നത് രണ്ടാമത്തെ പാഠത്തുനിന്ന്, അതായത് നമ്മുടെ ഹരിത വിപ്ലവം, എന്താണ് ഹരിത വിപ്ലവം, അതിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ, ഒരു എസ്സേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്താണ്. രണ്ടാമത്തെ എസ്സേ മൂന്നാമത്തെ പാഠത്തുനിന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക, ന്യൂ എക്കണോമിക് പോളിസി, ഓക്കെ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇതൊരു എസ്സേ ആണ്. മൂന്നാമത്തെ എസ്സേ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട്, നാലാമത്തെ പാഠത്തുനിന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് സ്വീകരിച്ച നടപടികൾ. ദെൻ അടുത്ത എസ്സേ ഈ പാഠത്തു നിന്നാണ്. അപ്പോൾ ഈ 4 എസ്സേയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. രണ്ടാമത്തെ പാഠത്തുനിന്ന്, മൂന്നാമത്തെ പാഠത്തുനിന്ന്, നാലാമത്തെ പാഠത്തുനിന്ന്, 9ാമത്തെ പാഠത്തുനിന്ന് ഈ എസ്സേ. ഇതാണ് സ്ഥിരമായിട്ട് റിപ്പീറ്റായിട്ട് നമുക്ക് ചോദിക്കുന്ന എസ്സേകളെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടത്തുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഇത് ഓർക്കുക. പ്രധാനപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്തൊക്കെയെന്നാണ് ചോദ്യങ്ങൾ വരിക. അപ്പോൾ നമുക്ക് നോക്കാം. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമ്മൾ ഇതൊക്കെ പലതവണ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളാണ്. ആഗോളതാപനം, ഭൂമിക്ക് ചൂട് പിടിക്കുക എന്നുള്ള, ചൂട് കൂടുക, ഭൂമിയിൽ ചൂട് കൂടുക എന്നുള്ളതാണ് ആഗോളതാപനം എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ആഗോളതാപനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അഥവാ കാർബൺ പോലെയുള്ള ഹരിതഗൃഹവാതകങ്ങളുടെ വർധനവ് മൂലം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഊഷ്മാവ് ക്രമേണ വർദ്ധിക്കുന്നതിനെയാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. ഓക്കെ, ഹരിതഗൃഹവാതകങ്ങൾ അതായത് കാർബൺ ആയിട്ടുള്ള വാതകങ്ങളുടെ അളവ് വർഷം തോറും ക്രമാതീതമായിട്ട് ഉയരുന്നത് മൂലം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഊഷ്മാവ് ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നതിനെയാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. ആഗോളതാപനത്തിൻ്റെ കാരണങ്ങൾ കൽക്കരിയുടെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും കത്തിക്കൽ, ഈ ഫോസിൽ ഫ്യൂവലൊക്കെ, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോസിൽ ഫ്യൂവലൊക്കെ കത്തിക്കുന്നത് മൂലം അതിൽ നിന്ന് പുറന്തള്ളുന്ന വായു ആഗോളതാപനത്തിന് വഴിയൊരുക്കുന്നു. വനനശീകരണം നിങ്ങൾ ഓർത്ത് വെക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ കൂടാനുള്ള കാരണം വനം നശീകരണം. കാരണം കാർബൺ ഡൈ ഓക്സൈഡിനെ ഇൻടേക്ക് ചെയ്യുന്നത് വനങ്ങളാണ്, അല്ലെങ്കിൽ ഈ മരങ്ങളാണ്. മരങ്ങളില്ലാതായാൽ നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആരും എന്ത് ചെയ്യാനില്ല, ഇൻടേക്ക് ചെയ്യാൻ ആൾക്കാരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വനനശീകരണം, കാർബൺ ഡൈ ഓക്സൈഡ് അഥവാ ഹരിതഗൃഹവാതകങ്ങളിൽ പ്രധാനപ്പെട്ട വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ ക്രമാതീതമായിട്ട് വർദ്ധിക്കും. അതുപോലെ തന്നെ മൃഗങ്ങളുടെയും മറ്റു വിസർജ്യത്തിൽ നിന്നുണ്ടായിരുന്ന മീഥേൻ ഗ്യാസസുകൾ, ഇതെല്ലാം അന്തരീക്ഷത്തിലെ ആഗോളതാപനം വർദ്ധിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അനന്തരഫലങ്ങൾ ഇത് നമ്മൾ സോഷ്യോളജിയിൽ മറ്റൊക്കെ പഠിച്ചിട്ടുണ്ട്. ധ്രുവ പ്രദേശത്തിൽ നമ്മുടെ ലോകത്ത് ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ പോളാർ റീജിയൻസിലെ മഞ്ഞുരുകും. അതുപോലെ തന്നെ സമുദ്ര നിരപ്പിലുള്ള വർധനവ്, ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകിയിട്ടുണ്ടെങ്കിൽ സമുദ്രത്തിൽ വെള്ളം കൂടും, തീരപ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടാകും. മഞ്ഞുരുകിനെ ആശ്രയിച്ച് ജലവിതരണത്തിൽ തടസ്സപ്പെടും, പല ജീവജാലങ്ങളുടെയും വംശനാശമുണ്ടാകും എന്നുള്ളതാണ്. 1997
ക്യോട്ടോ പ്രോട്ടോക്കോളിൽ UN-ൻ്റെ നേതൃത്വത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ നടന്ന സമ്മേളനം ആഗോള താപനത്തിനെതിരെയുള്ള ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന കരാറിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ ആഗോള താപനത്തിനെതിരെയുള്ള ഒരു കരാറാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ. 1997 ക്യോട്ടോയിൽ യുണൈറ്റഡ് നാഷൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള കാലാവസ്ഥ, അതായത് ക്ലൈമറ്റ് ചേഞ്ചസ്, ആ ഒരു ഉച്ചകോടിയിൽ ക്ലൈമറ്റ് ചേഞ്ച് ഉച്ചകോടിയിൽ ഒരു ക്യോട്ടോ പ്രോട്ടോക്കോൾ ഒരു കരാറ് മുന്നിട്ട് വന്നു. അതായത് ആഗോളതാപനം കുറക്കുന്നതിന് വേണ്ടിയിട്ട് ലോകരാജ്യങ്ങളെല്ലാവരും മുന്നിട്ടിറങ്ങണം എന്നുള്ളൊരു കരാറ് ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ ക്യോട്ടോ പ്രോട്ടോക്കോൾ ഈസ് റിലേറ്റഡ് ടു ഗ്ലോബൽ വാർമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ. ഇനി രണ്ടാമത്തെ പ്രശ്നമാണ്, നമ്മൾ പറഞ്ഞു ഒന്ന് ആഗോളതാപനം പരിസ്ഥിതി പ്രശ്നങ്ങൾ, രണ്ടാമത്തതാണ് ഓസോൺ ശോഷണം. നമ്മൾ രാവിലെ പറഞ്ഞാണ് അന്തരീക്ഷത്തിലെ അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ ഭൗമോപരിതലത്തിലേക്ക് എത്തുന്നതിന് തടയുന്നതിനുള്ള ഒരു സുരക്ഷാ പാളിയാണ് ഈ ഇത്തരത്തിലുള്ള ഓസോൺ ലെയേഴ്സ് എന്നുള്ളത്. ഈ ഓസോൺ ലെയേഴ്സ് അതിന് സുഷിരങ്ങൾ വീണ് തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് ശോഷണം സംഭവിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ AC-യിൽ നിന്നും ഫ്രിഡ്ജിൽ നിന്നൊക്കെ പുറന്തള്ളുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ CFC എന്ന് പറയപ്പെടുന്ന വാതകം. ഓക്കെ, ഓസോൺ പാളിയുടെ ശോഷണത്തിന് ഫലമായിട്ട് സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കുകയും ജീവജാലങ്ങളുടെ നാശത്തിന് കാരണമാകുകയും മനുഷ്യനിൽ ക്യാൻസറിന് ത്വക്കുജന്യ രോഗങ്ങൾക്ക് എന്ത് ചെയ്യും, കാരണമാകുകയും ചെയ്യുന്നതാണ്. അപ്പം അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന CFC പോലെയുള്ള ക്ലോറോ ഫ്ലൂറോ കാർബൺ പോലെയുള്ള വാതകങ്ങൾ മനുഷ്യ ശരീരത്തിൽ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് രശ്മികൾ ഓസോൺ പാളിക്ക് സുഷിരങ്ങൾ ഉണ്ടായിട്ട് അല്ലെങ്കിൽ ശോഷണം സംഭവിച്ചിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് മനുഷ്യ ശരീരത്തിലേക്ക് എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള UV റേസുകൾ അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കുന്നുവെന്ന്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പറയുന്നത്. ഇനി ഇന്ത്യയിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ്, അതും കൂടി നമുക്ക് എസ്സേയിൽ ഉൾപ്പെടുത്താമെന്ന്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇങ്ങനെയായിരിക്കും ചോദ്യം. എന്താണ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒന്ന് മണ്ണിൻ്റെ അപചയം. മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി നഷ്ടപ്പെടുന്നതിനെയാണ് മണ്ണിൻ്റെ അപചയം എന്ന് പറയുന്നത്. ഈ മണ്ണിൻ്റെ അപചയത്തിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽപ്പെട്ടതാണ് വനനശീകരണം, അതുപോലെ തന്നെ വിറക്, കാലിത്തീറ്റ എന്നിവയുടെ സുസ്ഥിരമല്ലാത്ത വനനശീകരണം കൊണ്ട്, അതായത് കാട്ടിൽ കയറിയിട്ട് വനങ്ങൾ നശിപ്പിക്കുക, അഥവാ വിറക് ശേഖരണത്തിനും കാലിത്തീറ്റ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ പ്രകൃതിയെ നശിപ്പിക്കുക എന്നുള്ളതാണ്. വനഭൂമിയിലേക്കുള്ള കുടിയേറ്റം, അതുപോലെ തന്നെ മണ്ണ് സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള നടപടിയൊന്നും സ്വീകരിക്കാതിരിക്കുക. ദെൻ ഉചിതമല്ലാത്ത വിളപര്യായം, അതായത് വേണ്ട രീതിയിലല്ല വിളകൾ കൃഷി ചെയ്യുന്നത് എന്നാണ്. ആ വിളകൾ മണ്ണിൻ്റെ സ്വഭാവം അനുസരിച്ചുള്ള വിളകളൊന്നും കൃഷി ചെയ്യുന്നില്ല എന്നുള്ളത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അമിതമായിട്ടുള്ള രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം. അത് മണ്ണിൻ്റെ അപജയത്തിന് പ്രധാന കാരണമാണ്. ഓക്കെ, മണ്ണിൻ്റെ അപജയത്തിന് പ്രധാനപ്പെട്ട കാരണമാണ് രാസവളങ്ങളുടെയും കീടനാശിനി. അതുപോലെ തന്നെ കാട്ടുതീ, അമിതമായി കന്നുകാലി മേക്കലും, ഇതെല്ലാം മണ്ണിൻ്റെ അപജയത്തിന് കാരണം. വനനശീകരണം, വനഭൂമിയിലേക്കുള്ള കടന്നുകയറ്റം, അതുപോലെ തന്നെ മണ്ണ് സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള നടപടികളില്ലാതിരിക്കുക, അതുപോലെ തന്നെ വളപ്രയോഗം, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം എന്നുള്ളതാണ്. ഇനി ജൈവ വൈവിധ്യത്തിൻ്റെ നാശം. ഇവിടെ നോക്കാം, ബയോഡൈവേഴ്സിറ്റി രണ്ടാമത് നമ്മൾ പറയണം. ബയോഡൈവേഴ്സിറ്റി, ഓക്കെ, ബയോഡൈവേഴ്സിറ്റി മണ്ണിൻ്റെ അപജയം കഴിഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റി. ജൈവ വൈവിധ്യം നിർബന്ധമാണ്. നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങൾ എല്ലാം ഒരുപോലെയാണെങ്കിൽ പ്രകൃതിക്ക് നിലനിൽപ്പില്ല എന്നാണ് പറയുന്നത്. ജൈവ വൈവിധ്യം അത് ജീവജാലങ്ങളാവട്ടെ സസ്യജാലങ്ങളാവട്ടെ ഇതെല്ലാത്തിനും അതായത് ഫ്ലോറയാവട്ടെ ഫോനയാവട്ടെ ഇതിലെ വൈവിധ്യം വേണം, എങ്കിൽ മാത്രമേ മനുഷ്യന് തന്നെ നിലനിൽപ്പുള്ളൂ. നിങ്ങൾ ചുറ്റും നോക്കുന്ന സാധനങ്ങളെല്ലാം ഒരൊറ്റ പച്ചപ്പ് കാണുന്നുണ്ട്, പക്ഷേ ആ പച്ചപ്പ് മൊത്തം നമ്മുടെ നാട്ടിൽ ഫുൾ തെങ്ങ് മാത്രമാണ്. നമ്മുടെ നാട്ടിൽ തെങ്ങ് മാത്രം, വേറൊരു ചെടി പോലും ഇല്ല എന്നുള്ളതൊന്നും സങ്കല്പിച്ച് നോക്കുമോ, നമുക്ക് നിലനിൽപ്പുണ്ടാവില്ല. അതേപോലെ തന്നെ ഒറ്റ ജീവിയെ മാത്രമാണ് നമ്മൾ കാണുന്നത്, വേറൊരു ജീവജാലങ്ങൾ നമ്മുടെ ഭൂമുഖത്തില്ല എന്ന് ആലോചിച്ചാൽ ഇവിടെ മനുഷ്യൻ്റെ അധിക കാലം നിലനിൽപ്പുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ജൈവ വൈവിധ്യം കൊണ്ട് നാശം എന്നുള്ളത് നമ്മുടെ നിലനിൽപ്പിന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട
പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽപ്പെട്ടതാണ്. ദെൻ വായു മലിനീകരണം വർദ്ധിച്ചു വരുന്ന വാഹനങ്ങൾ, നഗരവൽക്കരണം, വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന വിഷപ്പുകകളൊക്കെ വായു മലിനീകരണത്തിന് കാരണം. ദെൻ ജലമലിനീകരണം ഇന്ത്യയിൽ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ്. ജലമലിനീകരണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജലത്തിലേക്ക് വിഷാംശങ്ങൾ കയറുകയാണ്. ഇപ്പോൾ കുടിക്കാനുള്ള ജലത്തിലേക്ക് മാത്രമല്ല, അതായത് ഭൗമോപരിതലത്തിലുള്ള ജലത്തിൽ മാത്രമല്ല, ഭൂഗർഭജലം വരെ ഇപ്പോൾ മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഉപരിതല ജലം, അതായത് നമ്മുടെ ഈ നദികൾ, അരുവികൾ, ഈ കുളങ്ങൾ, ഇതെല്ലാം നശിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ സംഭവിക്കുന്നത്, ഭൂഗർഭജലത്തിൽ വരെ നമുക്കെന്താണ് മലിനീകരണം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഈ മലിനീകരണത്തിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ്: ഒന്ന്, വീടുകളിൽ നിന്നുള്ള മലിനജലം പൊതുയിടങ്ങളിലേക്ക് ഒഴുക്കിവിടുന്നത്, വ്യവസായശാലകളിൽ നിന്നും അതുപോലെ തന്നെ കൃഷിഭൂമിയിൽ നിന്നുള്ള മലിനജലം, അതായത് വളപ്രയോഗമൊക്കെ നടത്തിയിട്ട് ആ വളപ്രയോഗം കീടനാശിനികളും രാസവളങ്ങളുടെ കലർന്ന വെള്ളം ആ തൊട്ടടുത്ത തോടുകളിലേക്കും കൈത്തോടുകളിലേക്കും അരുവികളിലേക്കും നദികളിലേക്കൊക്കെ പോകുന്നു. അതിലെ ആ ഒരു വിഷമായിട്ടുള്ള ജലം അതിൽ കൂടിക്കലർന്ന് ആ നദിയിലുള്ള അല്ലെങ്കിൽ ആ തോട്ടിലുള്ള അല്ലെങ്കിൽ അരുവിയിലുള്ള ജലജീവികളെ ബാധിക്കുന്ന പ്രശ്നം അല്ലേ. കൂട്ടത്തോടെ മത്സ്യങ്ങളൊക്കെ ചത്തുപോകുന്നത് ഇപ്പോൾ പെരിയാറിലും മറ്റൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അത് വ്യവസായശാലകളിൽ നിന്നും കൃഷിയിടങ്ങളിൽ നിന്നൊക്കെ മലിനമായിട്ടുള്ള ജലങ്ങളെ ഇത്തരത്തിലുള്ള അരുവികളിലേക്ക് പുറന്തള്ളുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ്. ദെൻ ഖരമാലിന്യങ്ങളുടെ സംസ്കരണം ഇന്ന് ഏതൊരു ഗവൺമെൻറ്റും നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് അല്ലേ. മാലിന്യ സംസ്കരണത്തിന് കൃത്യമായിട്ടുള്ള പ്ലാനില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് പ്ലാസ്റ്റിക് കത്തിക്കാനോ, അത് കത്തിച്ചാൽ അത് അന്തരീക്ഷ മലിനീകരണമാണ്. അത് ഒരു ഭാഗത്ത് കൂട്ടിവിട്ടിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ ആ ഭൂമിയെ നശിപ്പിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഖരമാലിന്യ സംസ്കരണം ഇതെല്ലാം നമ്മളെ ഇന്ത്യ നേരിടുന്ന പ്രധാനപ്പെട്ട പാരിസ്ഥിതിക വെല്ലുവിളികളാണ്. ഇനി എന്താണ് സുസ്ഥിര വികസനം എന്ന് ചോദിക്കും. സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് രാവിലത്തെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ടോപ്പിക്കും ഇതാണ് സംസാരിച്ചത്. അതായത് ഭാവി തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് നിറവേറ്റുവാനുള്ള ശേഷിക്ക് വിഘാതമാകാത്ത രീതിയിൽ ഇന്നത്തെ തലമുറകളുടെ ആവശ്യം നിറവേറ്റുന്നതാണ് ഈ വികസനത്തെയാണ് നമ്മൾ സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. അതായത് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ എന്ത് ചെയ്യണം? താമസിക്കാൻ യോഗ്യമാവണം. അവർക്ക് നല്ല വെള്ളം ലഭിക്കണം, നല്ല വായു ലഭിക്കണം, ദെൻ ഇത്തരത്തിലുള്ള പ്രകൃതി വിഭവങ്ങളൊക്കെ അവർക്കും ലഭിക്കണം. അപ്പോൾ ഭാവി തലമുറകളുടെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ടുള്ള ശേഷിക്ക് വിഘാതം സൃഷ്ടിക്കാതെ നമുക്ക് വികസിക്കുകയും ചെയ്യും. അതായത് ഭാവി തലമുറകളെ കണ്ടിട്ട് വേണം നമ്മുടെ ഇന്നത്തെ വികസന പ്രവർത്തനങ്ങൾ. ഇത്തരത്തിലുള്ള വികസനത്തെയാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഭൂമിയുടെ കേടുപാടുകൾ കൂടാതെ ഭാവി തലമുറക്ക് നമുക്ക് മാത്രം ജീവിച്ചാൽ പോരാ, നമ്മുടെ അടുത്ത തലമുറക്കും അവരുടെ കഴിഞ്ഞ അടുത്ത തലമുറകൾക്കൊക്കെ ഈ ഭൂമിയിലെ വാസം യോഗ്യമാക്കണം. അതിനെ നമ്മുടെ ഭൂമിയെ കേടുപാടുകൾ കൂടാതെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് കാത്തു സൂക്ഷിക്കുന്ന ധാർമ്മിക ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇതിനായിട്ട് പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുക, പ്രകൃതിയുടെ പുനരുജ്ജീവന ശേഷി പരിപാലിക്കുക, ഭാവി തലമുറയിൽ അടിച്ചേൽപ്പിക്കുന്ന നഷ്ടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. ഇനി സുസ്ഥിര വികസനം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ നോക്കുന്നത്. പെട്ടെന്ന് പറയാം. അതിന് നമുക്കറിയാം, പുനഃസ്ഥാപിക്കാൻ, അതായത് പാരമ്പര്യേതര ഊർജ്ജ ഉറവിടങ്ങൾ, പാരമ്പര്യേതരമല്ലാത്ത നമ്മുടെ നാട്ടിലെ പണ്ട് കാലഘട്ടത്തിലൊക്കെ വിറകുകളായിരുന്നു കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്നത് അല്ലേ, കുക്ക് ചെയ്യുന്നതിനൊക്കെ. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ LPG പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മളൊരു സുസ്ഥിര വികസന തന്ത്രമാണ്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ താപവൈദ്യുതി, ജലവൈദ്യുതി തുടങ്ങിയ പാരമ്പര്യ ഊർജ്ജങ്ങൾ അത് പരിസ്ഥിതിക്ക് കൂടുതൽ ആഘാതം. ഇപ്പോൾ ഒരു ഡാം കെട്ടുക എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിക്ക് ആഘാതമാണ്. ദെൻ ഈ കോളിൽ നിന്ന് താപവൈദ്യുതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാലും പരിസ്ഥിതിക്ക് ആഘാതമാണ്. അപ്പോൾ അത് ധാരാളം എന്ത് ചെയ്യാറുണ്ട്? പുക, മാലിന്യങ്ങൾ അന്തരീക്ഷത്തിലേക്ക് കടത്തിവിടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ സൂര്യനിൽ നിന്നും കാറ്റിൽ നിന്നും തിരമാലയിൽ നിന്നൊക്കെ ഊർജ്ജങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നതുണ്ട്. ഇപ്പോൾ സോളാർ എനർജി നമ്മുടെ എല്ലാ വീടുകളിലും ഇപ്പോൾ സോളാർ വെക്കൽ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ടൈഡൽ എനർജി ഉണ്ട്, കാറ്റിൽ നിന്നും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്.
ദെൻ മറ്റൊരു തന്ത്രമാണ് LPG ഗോബർ ഗ്യാസ്. നമുക്കറിയാം ഗ്രാമപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പാചകത്തിന് വേണ്ടിയിട്ട് വിറക്, ഉണങ്ങിയ ചാണകം തുടങ്ങിയ ഇന്ധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിന് പകരമായിട്ട് അത് കൂടുതൽ വായുമലിനീകരണം ഉണ്ടാക്കും, അതുപോലെ തന്നെ അത് എഫക്റ്റീവ്നെസ് കുറവായിരിക്കും. അതിന് പകരം LPG ഗോബർ ഗ്യാസും എന്നാണ്. നഗരപ്രദേശങ്ങളിൽ CNG എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. ഓക്കെ, മറ്റേ LPG ആണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ് LPG എന്നുള്ളത്. ദെൻ CNG എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. വാഹനങ്ങൾ CNG ഉപയോഗിക്കുന്നത് വായുമലിനം. ഇന്നിപ്പോൾ CNG വാഹനങ്ങൾ ധാരാളം, ബസ്സുകൾ വരെ CNGക്ക് ഓടുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം നമ്മൾ പറഞ്ഞു, സൗരോർജ്ജം പറഞ്ഞു. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ചെറുകിട വൈദ്യുതി പദ്ധതികൾ ഉണ്ടാക്കുക. ദെൻ പരമ്പരാഗത അറിവുകൾ, ഇപ്പോൾ ആരോഗ്യ പരിപാലനം, കൃഷി രീതികൾ തുടങ്ങിയ കാര്യങ്ങളിൽ പരമ്പരാഗത രീതികളിലേക്ക് തിരികെ പോകുന്ന സ്ഥിതി. ഉദാഹരണം ചികിത്സ, ആധുനിക ചികിത്സക്ക് പകരം ആയുർവേദ ചികിത്സ. രണ്ടാമത് ജൈവ കൃഷികൾക്ക് പ്രോത്സാഹനം, രാസവളത്തിന് പകരമായിട്ട് ജൈവ കൃഷി. ഇത് പരമ്പരാഗതമായിട്ടുള്ള അറിവിലേക്ക് പോവാണ്. അപ്പോൾ നമുക്കറിയാം കീടനാശിനികൾക്ക് പ്രയോഗത്തിന് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല കീടനാശിനികളുണ്ട്. പക്ഷേ പണ്ട് കാലഘട്ടത്തിൽ കീടനാശിനികളൊന്നുമില്ലാതെ കർഷക മിത്രങ്ങളായിട്ടുള്ള കീടങ്ങളെ വളർത്തുകയും അല്ലെങ്കിൽ പുകയില കഷായം, പുകയില ഇതൊക്കെ എന്ത് ചെയ്ത് തെളിച്ചിട്ടൊക്കെ കീടങ്ങളെ അകറ്റിയിരുന്നൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ജൈവ കൃഷി, ജൈവ വളങ്ങൾ, ജൈവ കീടനാശിനികൾ ഇതെല്ലാം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജൈവവളം ഉപയോഗിച്ചും ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നാണ് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം. അതിന് വേണ്ടിയിട്ട് രാസവളങ്ങളൊക്കെ ഉപേക്ഷിക്കുക, മണ്ണിൻ്റെ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും ഇത് സംരക്ഷിക്കും എന്നുള്ളതാണ്. ദെൻ ജൈവ കീട നിയന്ത്രണം എന്നുള്ളത് നമുക്കറിയാം. ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ രാസവളമൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളത്. വൻതോതിലുള്ള രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചു. അപ്പോൾ ഭക്ഷ്യവസ്തുക്കളും ജലവും മണ്ണും വിഷമായി. ഇത് വെല്ലുവിളിയായി അല്ലേ. അപ്പോൾ രാസകീടനാശിനികൾക്ക് പകരം ജൈവ കീടനാശിനികളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതാണ് വേപ്പ് കഷായം, പുകയില കഷായം. ഓക്കെ, ഇതൊക്കെ നല്ല കീടനാശിനികളാണ്. പലതരം വിളകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സമ്മിശ്ര കൃഷി ചെയ്യുക, മിക്സ്ഡ് ക്രോപ്പ് ചെയ്യുക. അങ്ങനെയെങ്കിൽ കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്നൊക്കെ. അപ്പോൾ ഇതാണ് ഈ പാഠം. ഇതൊന്ന് വായിച്ച് നോക്കുക. ലെഫ്റ്റ് ആകുന്നതിന് മുമ്പ് നിങ്ങൾ പറയണേ എന്താണ് സുസ്ഥിര വികസനം എന്നുള്ളത് ഓർത്തു വെക്കുക. ദെൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രശ്നങ്ങൾ. ഓക്കെ, എന്താണ് സുസ്ഥിര വികസനം, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പരിസ്ഥിതി വികസനം. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് 9ാമത്തെ പാഠത്തിൽ നിന്ന് ഒരു എസ്സേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു എസ്സേ ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് വായിക്കുക. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കും. ഒരു തവണ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും ദെൻ ബാക്കി തവണ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ മെറ്റീരിയലും വായിച്ചാൽ മതി. അപ്പോൾ നാളെ രാവിലെ നമുക്ക് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ കാണാം. മിസ്സാക്കരുത്. രാവിലെ 8 മണി മുതലാണ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.